ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ റൂബിക്സ് ക്യൂബ് അങ്ങനെ സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിത് ഓൾറെഡി സോൾവ് ചെയ്ത് വെച്ചാണ്. ഇത് ഷഫിളാക്കട്ടെ. ഷഫിളാക്കിയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് റെഡി ചെയ്യുന്നു. അപ്പോൾ ഇത് ഷഫിളാക്കട്ടെ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങാം. ആദ്യം വെള്ളം നമ്മളുടെ മുന്നിൽ വെക്കാം. എന്നിട്ട് മുകളിലോട്ടാക്കുക വെള്ളം. എന്നിട്ട് ഇങ്ങനത്തെ സെൻറ്റർ പോയിൻ്റ് ഉണ്ടാവില്ലേ, സെൻറ്റർ പോയിൻ്റെല്ലാം എടുത്ത് മഞ്ഞേൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. എല്ലാം മഞ്ഞേൻ്റെ പ്ലസ് ആക്കി വെക്കുക. സെൻറ്റർ പോയിൻ്റാണ്. അപ്പം സെൻറ്റർ പോയിൻ്റെല്ലാം മഞ്ഞേൻ്റെ അടുത്ത് പ്ലസ് ആക്കി വെക്കാം. എവിടെയെല്ലാം ഉണ്ട് എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ മുകളിലൊന്നുണ്ട്. മഞ്ഞേൻ്റെ അടുത്ത് 3 എണ്ണമായി. ഇനി ഒന്നുകൂടി ഇവിടെ ഉണ്ടാവും. അത് നമ്മൾ ID വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. അപ്പം പ്ലസ്സായി. ഇനി നമുക്ക് ഇത് വെള്ളത്തിൻ്റെ താഴെയുള്ള കളർ നോക്കാം. നീല, എല്ലാത്തിനും നോക്കണേ. നീലയായി. നീലയുടെ അടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് അത് മഞ്ഞേൻ്റെ അടുത്തുള്ള നേരെ വെള്ളേൻ്റെ അടുത്ത് കൊണ്ടുവരിക. വെള്ളം അങ്ങനെ എല്ലാം അതേപോലെ വെള്ളേൻ്റെതായ മഞ്ഞ, അപ്പം പച്ചേൻ്റെതായ പച്ച. അപ്പോൾ ഇതിങ്ങനെ താഴോട്ട് കൊണ്ടുവരാം. പിന്നത്തത് അത് തന്നെ സാധനം ഒന്നുകൂടി ചെയ്ത് കാണിച്ചു. അങ്ങനെ നമ്മൾ ഈ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇനി ബാക്കിയുള്ള അങ്ങനെ തന്നെ ചെയ്യാം. നമുക്ക് ഇവിടെ വെള്ളനായ ഓറഞ്ചിൻ്റെ അടുത്ത് കൊണ്ടുപോവാം. ഓറഞ്ചിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു താഴോട്ട് വെക്കാം. അപ്പോൾ ഇതാ വെള്ളം 3 എണ്ണമായി. ഇനി ഒന്നുകൂടി ആക്കാം. ഒന്നുകൂടി നോക്കാം. മുകളിൽ വന്നിട്ട് ചോപ്പിൻ്റെ അടുത്ത് കൊണ്ടുവരാം. എന്താ പ്ലസ് ആയില്ലേ, സാധനം പ്ലസ് ആയി. പിന്നെ റൈറ്റ് മൂവ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ റൈറ്റ് മൂവ്മെൻറ്റ് എന്നാണ്. റൈറ്റ് മൂവ്മെൻറ്റ് വെച്ചാൽ ഇവിടെ ഇങ്ങനെ പിടിക്കുക, ഈ ഭാഗം പിടിക്കുക, നീ ഇങ്ങനെ പൊന്തിക്കുക, എന്നിട്ട് ഇങ്ങോട്ടാക്കുക, എന്നിട്ട് ഇങ്ങോട്ടാക്കുന്നതാണ് റൈറ്റ് മൂവ്മെൻറ്റ്. പിന്നെ ഇങ്ങോട്ടാക്കണം കേട്ടോ, ചിലതിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയതില്ല. അപ്പോൾ ഒന്ന് താഴെ വന്നുണ്ടല്ലോ, പക്ഷെ ഇത് കറക്റ്റല്ല. ഇപ്പം നീലയല്ല വേണ്ടിയ, ഓറഞ്ച് വേണ്ടി, ഇപ്പം പച്ചയാണ് വേണ്ടിയ. അപ്പം അങ്ങനെയുള്ള കളി ചെയ്താൽ നോക്കുക. അതെവിടെയാണ്? അപ്പം ഇവിടെ ലെഫ്റ്റ് മൂവ്മെൻറ്റ്, അതേ സാധനം ലെഫ്റ്റിൽ ചെയ്യാം. നമുക്ക് അടുത്ത ഓരോന്നങ്ങനെ തന്നെ റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. അടുത്ത പോയിട്ട് ഇവിടെ ഇതാണ് ഇവിടെ താഴെ വരേണ്ടത്. റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് പിന്നെ റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ താഴെ മൊത്തമായി. ഇവിടെ റെഡിയായി. ഇവിടെ 1 ലെയറിൽ റെഡിയായി. ഓക്കെ. ഇനി എന്ന് വെച്ചാൽ സെക്കൻഡ് ലെയറാണ് നമുക്ക് ചെയ്യേണ്ടത്. സെക്കൻഡ് ലെയർ എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് കാണാം. അപ്പോൾ സെക്കൻഡ് ലെയർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ചോപ്പല്ലേ, ചോപ്പിൻ്റെ മുകളിൽ ഏതാണെന്ന് നോക്കാം. മഞ്ഞ എടുക്കണ്ട. അപ്പം മഞ്ഞ ഉള്ളത് എല്ലാത്തതും നോക്കാം. ഉള്ളത് നോക്കാണ്ട് എല്ലാത്തതും എടുക്കുക. അപ്പോൾ പച്ച നിങ്ങൾ കാണുന്നുണ്ടോ? നോക്കട്ടെ. ഇപ്പോൾ കാണുന്നുണ്ടാവുമല്ലോ പച്ച. നിങ്ങൾ മഞ്ഞയായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഇത് പച്ചയാണ്. പച്ചയും ഓറഞ്ചുമാണ്. അപ്പോൾ ഈ പച്ചയുള്ള ഭാഗത്തേക്ക് ഇതിങ്ങനെ കൊണ്ടുപോവുക. തിരിച്ച് പച്ചയുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ഓറഞ്ച് ഏത് ഭാഗത്താണ് നോക്കുക. ഓറഞ്ച് ഈ ഭാഗത്താണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നമുക്ക് തിരിച്ച് വെക്കാം. എന്നിട്ട് ഇവിടെ റൈറ്റ് മൂവ്മെൻറ്റ് റിവേഴ്സ് ചെയ്യാം. റൈറ്റ് മൂവ്മെൻറ്റ് റിവേഴ്സ് ചെയ്തു. ഇനി നമുക്ക് ലെഫ്റ്റ് മൂവ്മെൻറ്റ് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ലെഫ്റ്റ് മൂവ്മെൻറ്റ് റിവേഴ്സ് ചെയ്യാം. അപ്പോൾ അതാ 2 ലെയറായി. ഇനി എല്ലാം അങ്ങനെ തന്നെ ചെയ്യണം. അപ്പം ഇവിടെ ഇനിയുണ്ട്. അപ്പം ചുവന്നത് പോയിട്ട് ഓപ്പോസിറ്റ് വെക്കുക. ഇങ്ങനെ വെക്കുക. സെറ്റായി. അപ്പോൾ ക്യാമറ വെക്കാം കുറച്ച് ഇത് കുറവുണ്ട് കേട്ടോ. ക്യാമറക്ക് സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് സ്റ്റാൻഡ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം എങ്ങനെയല്ലോ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കുറച്ച് സൈഡിലിരുന്ന് ചെയ്യട്ടെ.
ഇങ്ങനെ വെക്കുക. ഇങ്ങനെയുള്ള ഭാഗം നമ്മൾ തപ്പുക. അവിടെ കാണുന്ന ഭാഗം ഇത് ഓറഞ്ച് എടുത്തുകൊണ്ട് വരാം. നീല ഏത് ഭാഗത്താണ്? ഇപ്പുറത്തെ ഭാഗത്താണ്. നീല ഇപ്പുറത്തെ ഭാഗത്തായതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് വെക്കുക. എന്നിട്ട് ഇവിടെ റൈറ്റ് മൂവ്മെൻറ്റ് ഒരു വശം ചെയ്യാം, പിന്നെ ലെഫ്റ്റ് മൂവ്മെൻറ്റ് ഒരു വശം ചെയ്യാം. ഇപ്പം എല്ലാം രണ്ടായി, രണ്ട് ഭാഗം ലെയർ റെഡിയായി, അടിയിൽ വെള്ളം റെഡിയായി. നമ്മൾ നോക്കണ്ടേ മുകളിൽ 9 മണിയായോ നോക്കുക. 9 മണിയായില്ല, വെറും ഇതാണുള്ളത്. 9 മണിയായിരിക്കും ഉണ്ടാകുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വര ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വര ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്നാണ് വേണ്ടിയത്. ഇപ്പം ഇങ്ങനെയുള്ള ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സാധനം പിടിക്കാം. കാണുന്നുണ്ടാവും അറിയില്ല. ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് അത് ഇങ്ങോട്ടാക്കുക. പിന്നെ ഇതിങ്ങനെ റൈറ്റ് മൂവ്മെൻറ്റ് റിവേഴ്സ് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ലാസ്റ്റ് 9 മണിയായി. 9 മണിയായത് ഒന്നുകൂടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കാം. ലാസ്റ്റ് മുകളിൽ പ്ലസ് ആവുന്ന വരെ അങ്ങനെ ആക്കാം. അപ്പം മുകളിൽ പ്ലസ്സായി, മുകളിൽ മഞ്ഞ പ്ലസ് ആയിട്ടുണ്ടാവും. നോക്കിയാൽ മനസ്സിലാവും മഞ്ഞ പ്ലസ്സായി. അപ്പം മഞ്ഞ പ്ലസ്സായത് അടുത്തതെന്ന് ചെയ്യാൻ പറഞ്ഞുതരാം. ഇനി എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം, ഇങ്ങനത്തെ ഒരു ഭാഗത്ത് കോണ് റെഡി ആയിട്ടുണ്ടാവും. അത് നിങ്ങളിങ്ങനെ തിരിച്ച് നോക്കാം ഏത് കോണ് റെഡി ആയെന്ന്. അപ്പം ഒരു കോൺ റെഡി ആയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി അത് തന്നെ സാധനം ചെയ്യാം, പ്ലസ് ആക്കണം, ഒന്നുകൂടി ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി പ്ലസ്സായി. ഇനി അത് അതിൻ്റെ സ്ഥാനത്ത് വെച്ച് നോക്കിയാലതാ എല്ലാ ഭാഗത്തും മൂല റെഡിയായി. അപ്പോൾ ഒരു ഭാഗത്താണ് റെഡിയായെങ്കിൽ ഈ ഒരു ഭാഗം ഇപ്പുറത്തെ ഭാഗത്ത് പിടിക്കാം. എന്നിട്ട് ഇവിടെ റൈറ്റ് മൂവ്മെൻറ്റ് റിവേഴ്സ് ചെയ്യാം. 3 പ്രാവശ്യം റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യാം. പിന്നെ ലൈറ്റ് മൂവ്മെൻറ്റ് 3 പ്രാവശ്യം ചെയ്യാം. പിന്നെ ലെഫ്റ്റ് മൂവ്മെൻറ്റ് 3 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, ഇപ്പം ഏതെല്ലാം ഭാഗം റെഡിയായി നോക്കാം. ഇപ്പം ഈ ഭാഗം മൊത്തമായിട്ട് റെഡിയായി. ഭാഗത്ത് റെഡി ആക്കില്ല. അപ്പോൾ ഒന്നുകൂടി 3 പ്രാവശ്യം ചെയ്യാം. 3 പ്രാവശ്യം ഇപ്പുറം 3 പ്രാവശ്യം ചെയ്യാം. അപ്പോൾ ഇതിന് 4 ഭാഗം റെഡി ആയിട്ടില്ല. അപ്പോൾ നേരെ തിരിച്ച് മഞ്ഞതായേക്കുക. എന്നിട്ട് ഇവിടെ ഇത് റെഡി ആകേണ്ടല്ലേ. അപ്പോൾ ഇത് നേരെ താത്തുക, റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്ത് താത്തുക, തിരിച്ചിടാം. ഞാൻ ഇവിടെ റെഡിയാക്കി ഇനിയും തിരിച്ചിടാം, ഇവിടെ താത്തുക. അപ്പോൾ ഇത് ഓൾറെഡി എല്ലാ ഭാഗവും റെഡിയായി. ഇനി ഞങ്ങൾക്ക് നടുവിലുള്ളൊരു ഭാഗം റെഡിയാകത്തുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ക്യാമറ റെഡിയാക്കട്ടെ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ റെഡി ആയിട്ടുണ്ടാവും. മഞ്ഞയും വെള്ളയും ഒഴിച്ച് ബാക്കി ഏതെങ്കിലും ഒരു ഭാഗം റെഡി ആയിട്ടുണ്ടാവും. ആ ഭാഗം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നതിന് ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്രാവശ്യം റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യാം, ഒരു പ്രാവശ്യം ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ 5 പ്രാവശ്യം ഇവിടെ ഇവിടെ 5 പ്രാവശ്യം ചെയ്യുക, ഇപ്പുറം 5 പ്രാവശ്യം ചെയ്യുക. അന്നേരം ഏതെങ്കിലും ഒരു ഭാഗം റെഡിയാവും. അവരെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഓക്കെ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഭാഗം റെഡിയായ ഭാഗം വെച്ച് ഒരു പ്രാവശ്യം ചെയ്യുക, 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 5 പ്രാവശ്യം ചെയ്യുക. നേരെ റെഡിയായില്ല. അപ്പോൾ ഒന്നുകൂടി അങ്ങനെ തന്നെ ചുവന്ന ഭാഗം തന്നെ ആക്കുകയാണ് ഞാൻ. ഇപ്പോൾ ഇതാ റെഡിയാകാനായിട്ടുണ്ട്. ഒരു സാധനം തെറിച്ചിട്ടുണ്ട്, അത് ഞാൻ എടുക്കാം. അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ആ സാധനം ചെയ്ത് റെഡിയാവും കേട്ടോ. അത് ഈ നീലേൻ്റെ ഇത് ലൂസായി പോയി, അത് തീർച്ചയായും അങ്ങോട്ടേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കുറേ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ റൈറ്റ് മൂവ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകലേക്കും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യാറുണ്ട്. റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ച് കാണിച്ചു തരാം. ചിലവണ വെച്ച് ചെയ്താൽ റെഡിയാവില്ല. റൈറ്റ് മൂവ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ പൊന്തിക്കുക, ഈ ഒരു ഭാഗം പൊന്തിക്കുക, കാണുന്നില്ല. അപ്പോൾ ഇത് ഷഫിളായി പോവാണ്.
ഈ ഒരു ഭാഗം പൊന്തിക്കുക, താത്ത ഇങ്ങോട്ടാക്കുക. ഒന്നുകൂടി കാണിച്ചേ. ഈ ഒരു ഭാഗം പൊന്തിക്കുക, എന്നിട്ട് ഇങ്ങോട്ടാക്കുക, എന്നിട്ട് താത്ത ഇങ്ങോട്ടാക്കുക. അപ്പോൾ റൈറ്റ് മൂവ്മെൻറ്റ്. ലെഫ്റ്റ് മൂവ്മെൻറ്റ് വെച്ചാൽ പൊന്തിക്കുക, ഇങ്ങോട്ടാക്കുക, ഇങ്ങോട്ടാക്കുക, ഇങ്ങോട്ടാക്കുക. ഇതാണ് ലെഫ്റ്റ് മൂവ്മെൻറ്റ്, റൈറ്റ് മൂവ്മെൻറ്റ്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ടില്ല നിങ്ങൾ പോയി ഷെയറും ചെയ്യുക. അപ്പം നിങ്ങൾ ഈ ഇത് ചെയ്യണമെങ്കിൽ എത്ര മിനിറ്റ് എടുക്കുമെന്ന് വെച്ചാൽ വീഡിയോൻ്റെ ലെങ്ത്ത് നോക്കിയാൽ മതി, അത്രയും മിനിറ്റ് എടുക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ.